ഗുരു, എന്താണ് ഈ മന്ത്രം? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതെല്ലാം വില്ലാളി വീരനായ അർജുനൻ്റെ 10 നാമങ്ങളാണ്. ഇത് നിത്യേന ജപിച്ചാൽ എന്തിനോടുമുള്ള അനാവശ്യ ഭയം ഇല്ലാതാകുമെന്നതാണ് വിശ്വാസം. അർജുനൻ അത്ര വലിയ പോരാളിയാണോ? അതെ, മഹാഭാരതത്തിലെ ശ്രേഷ്ഠനായ പോരാളി. പൂർവജന്മത്തിൽ നരനാരായണന്മാരിലെ നരൻ. തൻ്റെ തപസ്സും അഭ്യാസവും കൊണ്ട് മഹാദേവനെ പോലും പ്രീതിപ്പെടുത്തിയവൻ. ഭീഷ്മ ദ്രോണാദികളോട് പോലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയവൻ. രാവണന് പോലും കീഴടങ്ങാത്ത നിവാചകന്മാരെ തൻ്റെ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് നിഗ്രഹിച്ചവൻ. കുന്തിദേവിക്ക് ഇന്ദ്രദേവനിൽ നിന്ന് വരപ്രസാദമായി ലഭിച്ച പുത്രൻ, ഗാണ്ഡീവധാരി അർജുനൻ. വ്യാസമഹാഭാരതം കാലാന്തരത്തിൽ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. പലരുടെയും വീക്ഷണകോണിൽ നിന്ന് പല കഥാപാത്രങ്ങൾക്കും വ്യത്യസ്തങ്ങളായ മാനങ്ങൾ കൈവന്നു. പല വസ്തുതകളും വാമൊഴിയായുള്ള കൈമാറ്റത്തിനിടയിൽ മാറ്റത്തിന് ഇടയായിട്ടുണ്ടാകാം. അവരവരുടെ ഇഷ്ടങ്ങളും ആശയങ്ങളുമെല്ലാം കടന്നുകൂടിയിട്ടുമുണ്ടാകാം. അത് എന്തുതന്നെയായാലും അർജുനന് മഹാഭാരതത്തിൽ ശ്രേഷ്ഠമായൊരു സ്ഥാനം തന്നെയാണുള്ളത്. പഞ്ചപാണ്ഡവരിൽ യുധിഷ്ഠിരനും ഭീമസേനനും ശേഷം 3ാമനായാണ് അർജുനന്റെ ജനനം. തുടർന്ന് ഹസ്തിനപുരത്തെത്തിയ അർജുനൻ ഭീഷ്മ പിതാമഹന്റെ പ്രിയ പൗത്രനായി മാറി. ഗുരു ദ്രോണർക്കും അർജുനൻ തൻ്റെ പ്രിയ ശിഷ്യനായി മാറി. ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാർക്കൊപ്പം പുഴയിൽ നീരാടുകയായിരുന്ന ദ്രോണരെ ഒരു മുതല ആക്രമിച്ചു. തൻ്റെ ശിഷ്യന്മാരുടെ കഴിവ് പരിശോധിക്കാനുള്ള സന്ദർഭമായി തന്നെ ദ്രോണർ ഇതിനെ മാറ്റി. ഒട്ടും താമസിയാതെ തന്നെ അർജുനൻ തൻ്റെ അസ്ത്രങ്ങളയച്ച് മുതലയെ തുരത്തി. അർജുനൻ്റെ പ്രവൃത്തിയിൽ സംപ്രീതനായ ഗുരു ദ്രോണർ തൻ്റെ മകന് പോലും നൽകുന്നതിന് മുന്നേ ഒരു വിദ്യ അർജുനന് പകർന്നു. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനുള്ള വിദ്യയായിരുന്നു അത്. കാലം കടന്നുപോയി. ദ്രോണരോടും ഭീഷ്മരോടും കിടപിടിക്കുന്ന വില്ലാളിയായി അർജുനൻ വളർന്നു. സമകാലികരായ കർണനും അശ്വാത്മാവും തുല്യശക്തിയോടെ എതിർഭാഗത്തുണ്ടായിരുന്നുവെങ്കിലും സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ സൗഹൃദം അർജുനനെ ഒരു പടി മുകളിലേക്ക് ഉയർത്തി. പക്ഷേ ശകുനിയുടെ കരുക്കൾ പാണ്ഡവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. 12 വർഷത്തെ വനവാസത്തിനും 1 വർഷത്തെ അജ്ഞാതവാസത്തിനുമായി അവർക്ക് സർവ്വതും ഉപേക്ഷിച്ച് പോവേണ്ടി വന്നു. ഇക്കാലം അത്രയും ഹസ്തിനപുരവും പാണ്ഡവർ പടുത്തുയർത്തിയ ഇന്ദ്രപ്രസ്ഥവുമെല്ലാം ദുര്യോധനനും സംഘവും അടക്കി ഭരിച്ചു. തങ്ങളെ വകവരുത്താൻ ശ്രമിച്ച ചതിപ്രയോഗത്തിലൂടെ പലതും നഷ്ടപ്പെടുത്തിയ അതേ ദുര്യോധനന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസരവും ഒരിക്കൽ കാലം അർജുനന്റെ കൈകളിലെത്തിച്ചു. പാണ്ഡവരുടെ വനവാസകാലം കാട്ടിലെ ഒരു പൊയ്കയിൽ നീരാടുകയാണ് ദുര്യോധനനും സംഘവും. പക്ഷേ അവിടെ എത്തിയ ഗന്ധർവന്മാരുമായി അവർ തർക്കത്തിലായി. ഒടുവിൽ ഇരു കൂട്ടരും തമ്മിൽ പോരാട്ടമായി. ഗന്ധർവന്മാരോട് പിടിച്ചു നിൽക്കാനാവാതെ കൗരവസംഘം തിരിഞ്ഞോടി. ദുര്യോധനനെ ഗന്ധർവന്മാർ ബന്ദിയാക്കി. ഈ വിവരമറിഞ്ഞ യുധിഷ്ഠിരൻ അർജുനനോടും ഭീമനോടും ദുര്യോധനനെ മോചിപ്പിക്കണമെന്നറിയിച്ചു. ജ്യേഷ്ഠന്റെ ആജ്ഞപ്രകാരം ഇരുവരും ഗന്ധർവന്മാർക്കെതിരെ പോരാടി. ഒടുവിൽ അർജുനന്റെ മിത്രം കൂടിയായ ഗന്ധർവരാജാവ് ചിത്രസേനൻ പ്രത്യക്ഷപ്പെടുകയും അർജുനന് വേണ്ടി ദുര്യോധനനെ മോചിപ്പിക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. അർജുനന് ദുര്യോധനനോട് പകരം വീട്ടാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമായിരുന്നു അത്. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. തൻ്റെ ബന്ധുക്കൾ തന്നെ ചുറ്റും കൂടി നിന്ന് ചതിപ്രയോഗം നടത്തിയിട്ടും അവർക്കെതിരെ ചതി പ്രയോഗിക്കാനോ അവരുടെ മോശം സമയം ചൂഷണം ചെയ്യാനോ അദ്ദേഹം തയ്യാറായില്ല. ഒരു ധനുർധാരി എന്നതിനപ്പുറം അർജുനന്റെ വ്യക്തിത്വം എത്രമാത്രം ശക്തമാണ് എന്നതിന് ഈ സന്ദർഭങ്ങൾ ഉത്തമ ഉദാഹരണം. യുദ്ധഭൂമിയിൽ വീറോടെ പോരാടുന്നവൻ മാത്രമല്ല, പലപ്പോഴും വിട്ടുകൊടുക്കുന്നവനും ക്ഷമിക്കുന്നവനും കൂടിയാണ് അതിശക്തനായി മാറുന്നത്. അർജുനന്റെ പോർ മികവ് വെളിപ്പെടുത്തുന്ന മറ്റൊരു സന്ദർഭം വിരാട യുദ്ധമാണ്. ദുര്യോധനന്റെ നേതൃത്വത്തിൽ ഹസ്തിനപുരത്തിന്റെ വമ്പൻ സൈന്യം വിരാടന്റെ രാജ്യം ആക്രമിക്കുന്നു. വിരാട രാജ്യത്തെ സമ്പത്തും ഗോക്കളെയുമെല്ലാം അവർ പിടിച്ചെടുത്തു. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയിരിക്കുകയായിരുന്നു രാജാവ്. ഈ സമയം വിരാടന്റെ മകനായ ഉത്തരൻ താൻ കൗരവസേനയെ നേരിടുമെന്ന് ശപഥം ചെയ്ത് യുദ്ധമുഖത്തേക്ക് തിരിച്ചു. ഇതേ വിരാട രാജ്യത്ത് അജ്ഞാതവാസം നയിക്കുകയായിരുന്നു അന്ന് പാണ്ഡവർ.
പാർത്ഥൻ സ്ത്രീവേഷത്തിൽ കൊട്ടാരത്തിലെ ഒരു തോഴിയായാണ് അജ്ഞാതവാസം നയിക്കുന്നത്. ബൃഹന്തള എന്ന പേരിൽ കൊട്ടാരത്തിൽ കഴിയുകയായിരുന്ന അർജുനൻ തങ്ങൾക്ക് അഭയമായ വിരാട രാജ്യത്തെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. കൗരവപ്പടയെ കണ്ട് ഭയന്നുപോയ ഉത്തരന് മുന്നിൽ അർജുനൻ തന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തി. സന്തോഷവാനായ ഉത്തരൻ അർജുനനെ വണങ്ങി തേരിന്റെ സാരഥ്യമേറ്റെടുത്ത് യുദ്ധമുഖത്തേക്ക് കുതിച്ചു. ഭീഷ്മ ദ്രോണാദികൾക്കൊപ്പം ഹസ്തിനപുരത്തെ വമ്പൻ സേന അണിനിരന്നിരിക്കുകയാണ്. ഈ മഹാസേനയോട് അർജുനൻ പോരാട്ടം ആരംഭിച്ചു. അർജുനൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ശക്തി എന്താണെന്നും ശരിക്കും അറിഞ്ഞ നിമിഷം ഭീഷ്മർ ഒഴികെ പല പ്രമുഖരും പാർത്ഥൻ്റെ അസ്ത്രപ്രയോഗങ്ങൾക്ക് മുന്നിൽ പതറി. പലരും പിന്തിരിഞ്ഞോടി. അർജുനനേക്കാൾ മികച്ച ക്ഷത്രിയനാണെന്ന് താനെന്ന് കരുതിയ കർണൻ പോലും അർജുനൻ ആരാണെന്ന് ശരിക്കും അറിഞ്ഞ നിമിഷം ബ്രഹ്മാസ്ത്രം കൂടാതെ പരമശിവനിൽ നിന്നും വരമായി ലഭിച്ച പാശുപതാസ്ത്രം കൂടെ അർജുനന്റെ പക്കലുണ്ടായിരുന്നു. പക്ഷേ ഇതൊരിക്കലും അദ്ദേഹം പ്രയോഗിച്ചില്ല. താരതമ്യേന സംഹാരശേഷി കുറഞ്ഞ അസ്ത്രങ്ങളാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ പോലും അദ്ദേഹം പ്രയോഗിച്ചത്. കുരുക്ഷേത്ര യുദ്ധത്തിലെ 17-ാം ദിവസം അംഗരാജൻ കർണനാണ് കൗരവപ്പട നയിക്കുന്നത്. അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുക എന്നത് നിസ്സാരമല്ല. പക്ഷേ തക്ക സമയത്ത് ഒരവസരം വന്നു ചേരുന്നു. കർണന്റെ രഥചക്രം മണ്ണിൽ താഴ്ന്നിരിക്കുകയാണ്. ഇത് നല്ലൊരവസരമായി കണ്ട കൃഷ്ണൻ അർജുനനോട് അമ്പെയ്യാനായി ആവശ്യപ്പെടുന്നു. പക്ഷേ അത് യുദ്ധധർമ്മമല്ലെന്നും അദ്ദേഹം തേരിൽ തിരികെ കയറി ആയുധമെടുക്കും വരെ താൻ യുദ്ധം ചെയ്യില്ലെന്ന് പാർത്ഥൻ കൃഷ്ണനോടായി പറഞ്ഞു. പാഞ്ചാലിയെ അപമാനിച്ചതു മുതൽ അഭിമന്യു വധം വരെയുള്ള കാര്യങ്ങൾ മറുപടിയായി പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ തുടർന്നു. ധർമ്മത്തിൻ്റെ പക്ഷം നിൽക്കുന്നവരാണ് അത് അർഹിക്കുന്നത്. ഈ സന്ദർഭങ്ങളിലൊന്നും ധർമ്മപക്ഷത്ത് നിൽക്കാത്ത ഒരാൾ അതൊരിക്കലും അർഹിക്കുന്നില്ല. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട ശേഷം അർജുനൻ ഗാണ്ഡീവമുയർത്തി. കർണൻ തൻ്റെ ജ്യേഷ്ഠനാണെന്നറിയാതെയാണ് അർജുനൻ അദ്ദേഹത്തെ എതിരിട്ടത്. മറിച്ച് കർണൻ അർജുനൻ തൻ്റെ സഹോദരനാണെന്നറിഞ്ഞിട്ടും അർജുനനെ വധിക്കാനും അർജുനനേക്കാൾ ശ്രേഷ്ഠനായ ക്ഷത്രിയൻ താനാണെന്ന് ലോകത്തെ അറിയിക്കാനും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. തുടർന്ന് ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കർണനെ പോലെ അർജുനനും നിസ്സഹായനായി നിൽക്കുന്ന സന്ദർഭമുണ്ട്. നരന് നാരായണനില്ലാതെ യാതൊരു ശക്തിയും ഇല്ലെന്നറിഞ്ഞ നിമിഷം ദ്വാരക കടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദ്വാരക നിവാസികളെയും കൂട്ടി പാർത്ഥൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള യാത്രയിലാണ്. യാത്രാമധ്യേ പഞ്ചനദിയിൽ അവർ വിശ്രമിക്കുകയായിരുന്നു. ദൂരെ നിന്ന് ഇവരുടെ സഞ്ചാരപാത നോട്ടമിട്ട ഒരു കൂട്ടം കൊള്ളക്കാർ ഈ സംഘത്തെ ആക്രമിക്കാൻ ആരംഭിച്ചു. അർജുനനും ഒപ്പമുണ്ടായിരുന്ന മറ്റ് യാദവ പടയാളികളും അവരെ നേരിട്ടു. പക്ഷേ ഏറെ നേരം അവർക്കത് തുടരാനായില്ല. കൊള്ളക്കാർ വിലപിടിപ്പുള്ള വസ്തുക്കളും സ്ത്രീകളെയും കൊണ്ടുപോകാൻ ആരംഭിച്ചു. പാർത്ഥൻ ഗാണ്ഡീവം ഉയർത്തിയെങ്കിലും അസ്ത്രങ്ങൾ തൊടുക്കാനാകാതെ വിഷമിച്ചു. മഹാനായ വില്ലാളി കേവലം ചില കൊള്ളക്കാർക്ക് മുൻപിൽ നിസ്സഹായനായി നിന്നു. അദ്ദേഹം ശ്രീകൃഷ്ണന്റെ അസാന്നിധ്യം ശരിക്കും അറിഞ്ഞു. കൃഷ്ണൻ കൂടെയുള്ളപ്പോഴാണ് തനിക്ക് യഥാർത്ഥ ശക്തി ഉണ്ടായിരുന്നത്. കൃഷ്ണനില്ലാത്ത ഭൂമിയിൽ താൻ വെറും നിസ്സാരൻ. അതിശക്തമായി ചെറുത്തു നിന്നിട്ടും പാതിയോളം വരുന്ന സമ്പത്തും അനേകം സ്ത്രീകളെയും കൊള്ളക്കാർ കൊണ്ടുപോകുന്നത് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അർജുനൻ നോക്കി നിന്നു. ശേഷം അവശേഷിക്കുന്ന മനുഷ്യരും സമ്പത്തുമായി അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. തളർന്നിരിക്കുന്ന അർജുനനോടായി വ്യാസമഹർഷി പറഞ്ഞു, കാലം എല്ലാത്തിനെയും മാറ്റും. സമയം നമുക്ക് അനുകൂലമായും പ്രതികൂലമായും വരും. ഇത് നിനക്ക് പ്രതികൂലമായ സമയമാണ്. മുൻപ് പല സമയത്തും വിധി നിനക്ക് അനുകൂലമായി നിന്നു. ആ സമയം നീ നിന്റെ എതിരാളികളെ നിഗ്രഹിച്ചു. നിന്റെ പോരാട്ട വീര്യം കൊണ്ട് നീ കീർത്തി നേടി. എന്നാൽ ഇപ്പോൾ അതേ സമയം നിന്റെ എതിരാളികൾക്ക് അനുകൂലമാണ്. അതിനാലാണ് ഏതാനും കൊള്ളക്കാരുടെ മുൻപിൽ പോലും ഇന്ന് നീ നിസ്സഹായനായി നിൽക്കേണ്ടി വന്നത്. മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? വ്യക്തി ആരാധനകൾക്കപ്പുറം, ചേരിതിരിഞ്ഞ് അവർക്ക് വേണ്ടി വാദിക്കുന്നതിനുമപ്പുറം അനേകം വ്യക്തികളുടെ ജീവിതത്തിലൂടെ ജീവിതത്തെ എങ്ങനെ സമീപിക്കാമെന്നും എങ്ങനെ സമീപിക്കാതിരിക്കാമെന്നും ഈ ഇതിഹാസം നമുക്ക് കാണിച്ചു തരും.